പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൈത്താക്കാലത്തിൻ്റെ മൂന്നാം ഞായറാഴ്ചയുടെ വചനധ്യാനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വചനാധിഷ്ഠിത ജീവിതം എന്നും കേൾക്കുന്ന ഒരു കാര്യമാണല്ലോ. വചനാധിഷ്ഠിത ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുമ്പോൾ എന്നും നമ്മൾ ആവർത്തിക്കുന്നതാണ്. എഴുതപ്പെട്ട വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കണം എന്ന് മാത്രമല്ല അർത്ഥമാക്കുന്നത്. വചന ഈശോയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകയായിരുന്നു, ആ വചനമാംസമായി നമ്മൾ ഇടയിൽ വസിച്ചു. അതാണ് വചനം. അപ്പോൾ വചനാടിസ്ഥിത ജീവിതം എന്ന് പറഞ്ഞാൽ ഈശോയിലുള്ള ജീവിതമാണ്, ലൈഫ് ഇൻ ക്രൈസ്റ്റ്. അതിനാണ് സഭ സഹായിക്കുന്ന ആരാധനക്രമത്തിലൂടെ. അതാണ് വിശുദ്ധ കുർബാനയിലൂടെ നമ്മെ ഈശോയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ആ വചന ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ഈശോയിലെ ജീവിതത്തിൻ്റെ വിശദാംശങ്ങളാണ് അവിടെ കടന്നു വരിക. അതാണ് ഈ 9 ഘട്ടങ്ങളിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. ഈശോയുടെ വരവിൻ്റെ ആ വലിയ ആഹ്വാനം തൊട്ട് മംഗളവാർത്തക്കാലം തൊട്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയുള്ള ആ കാര്യം പറയുമ്പോൾ നമ്മളെ ചരിത്രം പഠിപ്പിക്കുകയോ ദൈവശാസ്ത്രം പഠിപ്പിക്കുകയോ അല്ല, ബൗദ്ധികമായിട്ടുള്ളൊരു വ്യവഹാരമല്ലത്. അത് നമ്മൾ ഈശോയിൽ ജീവിക്കുന്നതിൻ്റെ ആഴമായ അനുഭവത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് അതൊക്കെ. അങ്ങനെ വേണം കാണാനായിട്ട്, അല്ലെങ്കിൽ നാം തെറ്റിദ്ധരിക്കപ്പെടും. കത്തോലിക്ക സഭയ്ക്ക് വചന പ്രാധാന്യം ഇല്ലെന്നൊക്കെ പറഞ്ഞ് വെറുതെ ആരോപണം ഉന്നയിക്കുമ്പോൾ കത്തോലിക്കരായിരിക്കുന്ന ആളെ മനസ്സിലാക്കണം, വചനാടിസ്ഥിത ജീവിതത്തിൻ്റെ ഏറ്റവും പ്രമുഖമായ ആവിഷ്കാരം പരിശുദ്ധ കുർബാനയിലാണ്. അത് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വചനത്തിൽ തന്നെ ജീവിക്കുക, ഈശോയിൽ ജീവിക്കുക. വചനം എന്ന് പറയുന്നത് ഈശോയാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് എഴുതപ്പെട്ട വചനത്തിന് പ്രാധാന്യം ഇല്ലെന്നില്ല, അത് പ്രാധാന്യമുണ്ട്. ആ എഴുതപ്പെട്ട വചനം ദൈവാനുഭവത്തിൻ്റെ രേഖയാണ്. അനുഭവത്തിന് ഈശോയുടെ ആയിരിക്കുക, ഈശോയിലായിരിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നമുക്കറിയാം, ഒരിക്കൽ ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരാളൊരു ഹിന്ദു വലിയ പണ്ഡിതനായിരുന്നു, വലിയ പണ്ഡിതൻ. അതായത് മലയാളത്തിലേക്ക് ഈ വിശുദ്ധ ഗ്രന്ഥം തർജ്ജമ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ ഭാഷാ പാണ്ഡിത്യം ഇവിടെ വന്ന മിഷണറിമാർക്കുണ്ടായിരുന്നില്ല. അവരതുകൊണ്ട് വലിയൊരു സംസ്കൃത പണ്ഡിതനെ വിളിച്ച് അദ്ദേഹത്തെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിച്ചു. അദ്ദേഹം ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ അവസാനം കൊളോസ്യാക്കൾ ലേഖനത്തിൽ ഹിന്ദുവായ മനുഷ്യൻ 1-ാം അധ്യായത്തിൻ്റെ 15 തൊട്ട് 20 വരെയുള്ള വാക്യം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സങ്ങ് തറച്ചവിടെ നിന്നു. ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്, അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്, അവിടുത്തെ ആദ്യജാതനാണ്, അവന്ന് സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്, എല്ലാ പൂർണ്ണതയുടെയും വിളനിലമാണ്, ഈ പ്രപഞ്ചം അവനിലും അവന് വേണ്ടി അവനോട് ഒപ്പമാണ് സൃഷ്ടിക്കപ്പെട്ട് എന്നൊക്കെ പറയുന്ന ഭാഗം പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഉള്ളിൽ ഖണ്ഡമാനമായിട്ട് കൃപ പ്രവർത്തിച്ച് തറച്ചവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാനസാന്തരപ്പെട്ടു. അദ്ദേഹം പിന്നീട് താമസിക്കാതെ തന്നെ സ്നാനം സ്വീകരിച്ച വിശ്വാസിയായിട്ട് മാറി. കണ്ടോ, വചനം ചെന്ന് പതിച്ചത് കണ്ടില്ലേ? അപ്പം അതുകൊണ്ട് ഈ വചനാനുഭവം എന്ന് പറയുന്നത് രൂപാന്തരക്കരണം നടത്തണം, നമ്മുടെ ഉള്ളിലെ മാറ്റം വരുത്തണം. നമ്മുടെ ആത്മാവിൽ പരിപോഷണം മാത്രമൊന്നുമില്ല, ആത്മാവിലെ വലിയ നിറവിൻ്റെ ആ അനുഭവത്തിലൂടെ സ്വഭാവത്തിന് മാറ്റം വരണം. അതാണ് ആരാധനക്രമത്തിലൂടെ നമ്മൾ വിവക്ഷിക്കുക. അല്ല, ആരാധനക്രമം ചിട്ടയോടും ക്രമത്തോടും കൂടി നല്ല ഭംഗിയായ രീതി പരിശുദ്ധ പിതാവ് ഒപ്പുവെച്ച് കേട്ട ആ വലിയ അനാഫ്രയിൽ ആരാധനക്രമത്തിൻ്റെ പൂർണ്ണതയാണ്. അത് കൃത്യമായിട്ട് അനുഷ്ഠിച്ചപ്പോൾ ഒരു വൈകാരിക തൃപ്തി ഉണ്ടാകുന്നു എന്നുള്ളതല്ല സഭ ആഗ്രഹിക്കും. നല്ല ഭയങ്കര പാട്ടിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ മനോഹരമായ ആലാപത്തോടും ഗാനാലാപത്തോടും കൂടി ജനമെല്ലാം ആർത്തട്ടതിച്ച് ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഇതെല്ലാം കുർബാന പൂർത്തിയായി കഴിയുമ്പോഴത്തേക്ക് ഒരു തൃപ്തി. ആ തൃപ്തി അല്ല സഭ ആഗ്രഹിക്കും. തൃപ്തി വേണം, തൃപ്തിയുള്ളത് നല്ലതാണ്. അവിടെ ഇതിലൂടെ സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവിതം തന്നെ ഈശോയിലേക്ക് വന്ന് നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അതിൻ്റെ അനുഭവം പൂർത്തിയാവുക. അപ്പോൾ നമ്മൾ പള്ളിയിൽ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഈശോ നമ്മിൽ ജീവിക്കുന്ന അനുഭവം ഉണ്ടാകും. നമ്മുടെ സ്വഭാവവും നമ്മുടെ സമീപനവും ഈശോയ്ക്ക് മനസ്സിൻ്റെ അനുസൃതമായിട്ടായിരിക്കും. നമ്മുടെ മറ്റുള്ളവരുടെ ഇടപെടൽ അപ്രകാരമായിരിക്കും. കരുണയുടെ മനോഭാവം നമ്മുടെ ഉള്ളിൽ വരും. സ്നേഹത്തിൻ്റെയും നന്മയുടെയും നീതിബോധത്തിൻ്റെയുമായ ഇടപെടൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. അതാണ് ക്രൈസ്തവജ്ഞത എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കത്തോലിക്ക വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞു കൊടുക്കണം.
വചനാനുഭവമാണ് വിശുദ്ധ കുർബാനയോട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് നമ്മുടെ വ്യക്തിപരമായ ധ്യാനത്തിന് വിശുദ്ധ ഗ്രന്ഥം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുകയും അത് ഓരോ അവസരത്തിലും പ്രത്യേകമായിട്ട് നമുക്ക് വേണ്ട വിധത്തിലൊക്കെ ആത്മാവിന് ഉണർവുണ്ടാകുന്ന രീതിയിൽ അത് പ്രയോജനപ്പെടുകയും ചെയ്യണം. ആ ഒരു കാര്യത്തേക്ക് ഓർമ്മയാണ്. അതുകൊണ്ട് വലിയ ഞായറാഴ്ചകളിൽ വരുമ്പോൾ എല്ലാ ദിവസങ്ങളിലും ബലിയുടെ വായനകൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അങ്ങനെ ഞായറാഴ്ച വരുമ്പം ആ വചനം നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഓരോ കാലഘട്ടത്തിലെയും ആ അത് അരൂപിക്കനുസരിച്ചുള്ള സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആരാധനക്രമ പണ്ഡിതരും വിശുദ്ധഗ്രന്ഥ പണ്ഡിതരും കൂടെ ചേർന്ന് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പം അതിനൊത്തിരി അർത്ഥമുണ്ട്. ഇപ്പോൾ കൈത്താക്കാലം എന്ന് പറഞ്ഞാൽ വേനൽക്കാലം സഭയുടെ വളർച്ചയുടെ അല്ലെങ്കിൽ സഭയുടെ ഫലങ്ങൾ എടുക്കുന്ന കാലഘട്ടമാണ് പറയും. അപ്പം അതുകൊണ്ട് ആ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് എന്തൊക്കെയാണ്, ആ ഫലം നമ്മൾ കാണേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഓരോ ഞായറാഴ്ചയും കൈത്താക്കാലത്ത് വചനം വായിക്കുമ്പോൾ വരുന്നത്. ഇന്നത്തെ ദിവസത്തിലാണെങ്കിൽ ആദ്യത്തെ റൂത്തിൻ്റെ പുസ്തകങ്ങളുടെ വായന. ഇപ്പോൾ റൂത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭയങ്കരമായിട്ട് അത് ആരായിരുന്നു. ആ റൂത്ത് എന്ന് പറയുന്ന ആള് വിജാതീയ സ്ത്രീയാ, മോവാബിയ സ്ത്രീയാ. അവള് ആ പറയുന്ന അവൾ അവിടുന്ന് തിരിച്ച് സ്വന്തം അല്ല, റൂത്ത് വഴിയായിട്ട് റൂത്ത് നവോമി എന്ന് പറയുന്ന ആളുടെ പരിമകളാണ് റൂത്ത്. അവളാണ് വിജാതീയ സ്ത്രീയാണ്, മകൻ്റെ ഭാര്യ. അപ്പം ഭർത്താവും മരിച്ചു, അപ്പനും മരിച്ചു, മക്കളെല്ലാം മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ നാട്ടിലേക്ക് തിരിച്ചു പോരുന്ന അവസരത്തിൽ ഈ മരുമക്കളോട് പറയും, നിങ്ങൾ പോയി കല്യാണം കഴിച്ച് ജീവിക്കുക എൻ്റെ മക്കളെ, മക്കളില്ലല്ലോ നിങ്ങൾക്ക്. അതുകൊണ്ട് ഓഫ്രായി പിന്നെ റൂത്തും എന്നെ നിർബന്ധിക്കപ്പെട്ട് കഴിയുമ്പോൾ ഒരുത്തി അംഗം തിരിച്ചുപോയി, ഓൾഫ തിരിച്ചുപോയി. അപ്പം അതുകൊണ്ട് നിർബന്ധം കൊണ്ടുപോയതാണ്. അല്ലെങ്കിൽ അമ്മയമ്മയുടെ കൂടെ അമ്മയെപ്പോലെ സ്നേഹിച്ച് ജീവിക്കാൻ അവർ ആഗ്രഹിച്ചു. പക്ഷേ മറ്റുള്ള എന്നാ പറഞ്ഞേ, ചോട് പറഞ്ഞു, ഞാൻ അമ്മ എവിടെ പോകുന്നു അവിടെ ഞാൻ വരും, അമ്മ എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെ ഞാൻ ചെയ്യും, അമ്മ എന്താ പ്രാർത്ഥിക്കുക അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും, അമ്മയുടെ ദൈവം എൻ്റെ ദൈവമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചു നിന്നപ്പം പിന്നെ നിവൃത്തികേടുകൊണ്ട് അവൾ പോയി. ഇതാണ് സംഭവം, നമുക്കറിയാം. പിന്നെ ബാക്കി കാര്യങ്ങൾ അറിയാവുന്നതല്ല. റൂത്തിൻ്റെ പുസ്തകത്തിൽ അവൾ അവിടെ ചെയ്ത ബോവാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവിടെയുള്ള ഈ പറയുന്ന നവോമിയുടെ ഹസ്ബൻഡിൻ്റെ ബന്ധുക്കാരൻ ബോവാസിൻ്റെ വയലിൽ പോയി കാലാ വെറുക്കാൻ പോയി. പിന്നെ ബന്ധം നമുക്കറിയാം. ബോവാസുകളെ വിവാഹം കഴിക്കുകയും അപ്പോൾ ഇവള് ഈശോയുടെ വംശാവലിയിലെ ആളായിട്ട് തീർന്നു, വലിയ മുത്തശ്ശിയായിട്ട് തീർന്ന കഥയാണ് നമുക്ക് സംഭവിക്കുന്നത്. അവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത വരുന്നത് എന്താ, റൂത്തിൻ്റെ വിശ്വസ്തതയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഈശോയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത വിശ്വസ്തതയാണ് ഒരു പ്രത്യേകത. അതുകൊണ്ട് ഓരോ ഭാഗവും വരുമ്പോഴും അതിൻ്റെതായിട്ടുള്ള മൂല്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരിക. വിശ്വസ്തത എന്ന് പറയുന്ന ഗൗരവമായ ഒരു കാര്യമാണ്. നമുക്ക് വിശ്വസ്തത നമ്മോട് വേണം, ദൈവത്തോടും വേണം, മറ്റുള്ളവരോടും വേണം. അങ്ങനെ വിശ്വസ്തതയുള്ള ഒരാളിനെ നമുക്ക് ഏൽപ്പിക്കാനും പറ്റും. ആ വിശ്വസ്തത ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഉത്തരവാദിത്തമുള്ള കാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടില്ലേ, റൂത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 6-12 വാക്യം എന്ന് പറയും, കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്ന കേട്ട് നവോമി മരുമക്കളുടെ കൂടെ മോവാബിൽ നിന്ന് തിരികെ പോരാൻ ഒരുങ്ങി. അപ്പം പട്ടിണിയും ക്ഷാമവും വന്നപ്പം മോവാബിൽ അവിടെ ഭക്ഷണം കിട്ടുമെന്ന് വിചാരിച്ച് പോയതാണ് ഭർത്താവുമായിട്ട്. പക്ഷെ എന്നാ സംഭവിച്ചു, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചു, ആൺകുട്ടികളും മരിച്ചു. അപ്പോൾ ആ ഒരു അമ്മയും 2 മരുമക്കളും അവശേഷിച്ചു. അപ്പോൾ തിരിച്ചപ്പോൾ കുറേ കഴിയും മനസ്സിലാതെ വേണ്ട ബേത്ലഹേമിൽ അപ്പത്തിൻ്റെ നാട്ടിൽ അപ്പം കിട്ടാൻ തുടങ്ങിയപ്പോൾ തിരിച്ചു പോരാൻ ഒരുങ്ങുക. അപ്പോൾ അവൾ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് മരുമക്കളോട് കൂടെ പുറപ്പെട്ടു യൂദായിലേക്കുള്ള വഴിയരികിലെത്തി. പിള്ളേരെയും കൊണ്ട് പോരുക, 2 പേരെയും കൊണ്ടേ. എത്തിക്കഴിഞ്ഞപ്പോൾ അവൾ എന്തായിരുന്നു, നവോമി ഈ മരുമക്കളോട് പറഞ്ഞു, നിങ്ങൾക്ക് മാതൃഭവനങ്ങളിലേക്ക് തിരികെ പോകാൻ അങ്ങോട്ട് പോ നിങ്ങൾ. എന്നിട്ട് എന്നാ ചെയ്യാണ്, മരിച്ചവരോട് എന്നോടും നിങ്ങൾ കാണിച്ച നന്ദി കരുണ, അതിന് കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കട്ടെ. അതുകൊണ്ട് വീണ്ടും വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവരെ ചുംബിച്ച് പൊക്കൊള്ളാൻ പറഞ്ഞു. പൊട്ടിക്കറി നല്ലൊരു മഹിമ. കാരണം മരുമക്കളും നന്മയാണ് അവരാഗ്രഹിക്കുന്നത്. അങ്ങനെ പൊട്ടിക്കരിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിക്കുന്നത്, അവർ പറഞ്ഞു, ഞങ്ങൾ പോയിട്ടില്ല, അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരിക. എന്നാൽ നവോമി പറഞ്ഞു, എൻ്റെ മക്കളെ നിങ്ങൾ തിരിച്ചു പോകുവിൻ, എന്ത് എൻ്റെ കൂടെ വരുന്നു, നിങ്ങൾക്ക് പുത്രന്മാരാകാൻ എനിക്കിനി പുത്രന്മാർ ഉണ്ടാകുമോ. അതായത് അന്നത്തെ യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഭർത്താവ് മരിച്ചാൽ ഭർത്താവിന് സഹോദരങ്ങൾ ആരെങ്കിലും ഏറ്റെടുക്കണം. ഇവിടെ ഇല്ല, സഹോദരന്മാരില്ല, അവിടെ ഏറ്റെടുക്കണം എന്നുള്ളതാണ് നിയമം. അതില്ല. എൻ്റെ മക്കളെ നിങ്ങൾ മടങ്ങി പോകുവിൻ, വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം ഞാൻ വൃദ്ധയായിരിക്കുന്നു. അഥവാ ഈ രാത്രി തന്നെ ഞാൻ ഭർത്താവിനെ സ്വീകരിച്ച പുത്രന്മാരെ ഗർഭം ധരിച്ചാൽ തന്നെ അവർക്ക് പ്രായമാകുന്നവരെ നിങ്ങൾ കാത്തിരിക്കുമോ, നിങ്ങൾ വിധവകളായി കഴിയുമോ. അപ്പം ചുമ്മാ വെറുതെ ചോദ്യം നടക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തോ, മക്കളെ കർത്താവിൻ്റെ കരം
എനിക്കെതിരായി ഉയർന്നിരിക്കുക. ഇതല്ലേ ഇങ്ങനെ ഈ ഗതികേടെല്ലാം വന്നാൽ നിങ്ങളെ പ്രതിയും ഞാൻ അത്യന്തം വ്യസനിക്കേണ്ടി വരും. നിങ്ങൾ എൻ്റെ കൂടെ പോന്നാൽ അവർ വീണ്ടും പൊട്ടിക്കരയും. ഇപ്പോൾ ഓർഫ അമ്മയെ ചുംബിച്ച് വിടവാങ്ങി. കാരണം റൂത്ത് അവളെ അങ്ങനെ പറഞ്ഞയച്ചു. ഓർഫ റൂത്ത് പോകാതെ നിന്നു. അപ്പം അങ്ങനെ സംഭവിക്കും. പിന്നീട് കാണുന്നു റൂത്ത് പറഞ്ഞു, അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത്. അമ്മ പോകുന്നിടത്ത് ഞാനും വരും, വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെയും ചാർച്ചക്കാരാകും. അമ്മയുടെ ദൈവം എൻ്റെയും ദൈവമായിരിക്കും. അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപ്പെടുത്തിയാൽ കർത്താവ് എൻ്റെ ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ. അവൾക്ക് എന്താ ചെയ്യുന്നത്? അങ്ങനെ തന്നോട് കൂടി പോരാൻ ഒരുമ്പെട്ടു എന്ന് ഉറച്ച നവോമി അവൾ പിന്നെ നിർബന്ധിച്ചില്ല. ഇതാണ് സംഭവം. ആലോചിക്കുക, എന്തൊരു നല്ല അമ്മായിമ്മ. അങ്ങനെയുള്ള അമ്മായിമാർ ഇപ്പോഴും ഉണ്ട്. മരുമകളായിട്ടുള്ള സ്വന്തം മകളെ കാണുന്ന പോലെ കാണുന്ന അമ്മായിമ്മമാർ നമ്മുടെ ധാരാളം കുടുംബങ്ങളിലുണ്ട്. അവിടെ ഒരു വലിയ പ്രകാശമുണ്ട്, അവിടെ ഒരു വലിയ നന്മയുണ്ട്. അവിടെ കെട്ടിവരുന്ന പെണ്ണിന് യാതൊരു അന്യതാബോധവുമില്ല, അവൾക്കൊന്നിൻ്റെയും കുറവില്ല. ഭർത്താവ് ഒരു പക്ഷേ ദൂരെ ജോലിക്ക് പോയപ്പോൾ ഇവിടെയൊന്നും ഒരു കുറവില്ല. കാരണം അമ്മയുടെ സ്ഥാനത്ത് സ്വന്തം പെറ്റമ്മയെ പോലെ അമ്മായിമ്മ നിൽക്കുന്നു. അങ്ങനെയല്ലേ വേണ്ടത്? അതിന് നേരെ മറിച്ച് തിരിച്ച് അവളോട് പോരും കൊണ്ട് അവൾക്ക് അസൂയയല്ലേ വാസ്തവത്തിൽ സംഭവിക്കുന്നത്. അസൂയയോടല്ലേ കെട്ടിവന്ന പെണ്ണിനോട് ഇങ്ങനെ മോശമായ രീതിയിൽ പെരുമാറുന്നു. എന്നിട്ട് അവളെ കുറ്റം തന്നെ എപ്പോഴും മകനോട് പറയും. എന്നിട്ട് മകനും മകളും മരുമകളും നമ്മൾ ബന്ധത്തെ അത് തകർക്കാൻ ശ്രമിക്കുക, അകറ്റി നിർത്താൻ ശ്രമിക്കുക, അവളെ പറഞ്ഞു വിടാനായിട്ട് പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ അവളെ മർദ്ദിക്കാനും ശിക്ഷിക്കാനുള്ള പ്രേരണം, ഇതൊക്കെ തെറ്റാണ്. ഗൗരവമായ തെറ്റാണ്. കുടുംബങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പണ്ട് ഉണ്ടായിരുന്നത് ഇത് വളരെ കുറവാണ്. അങ്ങനെ ഒരു പെണ്ണൊന്നും നിന്ന് തരികയില്ല. അതുകൊണ്ടാണ് പണ്ടുണ്ടായിരുന്ന എന്നോ അത് പീഡനം നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഇന്നിപ്പം നോക്കില്ല, പെണ്ണ് അവളുടെ വഴിക്ക് പോകും. അതുകൊണ്ട് അത്രയ്ക്ക് പേടിയുണ്ട്. ഇപ്പം നേരെ തിരിച്ചാ, അമ്മായിമ്മയ്ക്കായിരിക്കും ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഏതായാലും ശരി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നാന്തരം മാതൃകയല്ല, ഈശോയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതയാണത് എന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് ബേത്ലഹേമിലെ അപ്പത്തിൻ്റെ ഭവനമാണ് ബേത്ലഹേം എന്ന് പറഞ്ഞാൽ തന്നെ. അപ്പം അതുകൊണ്ട് കാരുണ്യം എന്ന് പറയാം, ദൈവത്തിൻ്റെ പ്രകൃതി കാരുണ്യമാണ്. അതുകൊണ്ട് കാരുണ്യം ഈശോയുടെ സ്വഭാവമാണെങ്കിൽ നമ്മൾ കരുണ കാണിക്കണമെന്ന്, ഇതല്ലേ വചനാടിസ്ഥിത ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയും. കരുണ കാണിക്കണം. കരുണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈശോയുടെ മകളാണെന്ന് പറയാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു യഥാർത്ഥ സ്നേഹം നമ്മളവിടെ അഗാപ്പെ, അങ്ങോട്ട് അവരുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരമ്മ. എൻ്റെ മക്കളെ, നിങ്ങളിപ്പോൾ നിങ്ങൾ ചെറുപ്പമാണ്, നിങ്ങൾ പോക്കും, നിങ്ങൾ രണ്ടാം കല്യാണം കഴിയും. എനിക്ക് പറ്റില്ല, എനിക്ക് തരാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ച് ഞാൻ പൊക്കോളാം എന്ന് പറയുമ്പോൾ എന്തൊരു നന്മയല്ലേ ആ കാണുന്നത്, ഏറ്റവും വലിയ നന്മയല്ലേ. പോർപ്പ അങ്ങ് ചുംബിച്ച് നിർബന്ധം കൊണ്ട് അവളങ്ങ് പോയി. ഏതായാലും ശരി, ഒരു പ്രയോജനമില്ലെന്ന് അറിഞ്ഞിട്ടും, അതായത് റൂത്തിൻ്റെ പ്രത്യേകത എന്താണ്, അവിടെ ഈ അമ്മായിമ്മയുടെ കൂടെ പോയാൽ ഒരു പ്രയോജനവും ഇല്ല എന്ന് അറിഞ്ഞിട്ടും അവൾ പോകാൻ ആഗ്രഹിച്ചു അമ്മയുടെ കൂടെ. എന്താ അപ്പം? ഹൃദയബന്ധം. അതിൻ്റെ മൂല്യം വളരെ വലുതല്ലേ. ആലോചിച്ച് നോക്കിയ ഹൃദയബന്ധത്തിൻ്റെ മൂല്യം എന്ന് പറയാൻ പണം കൊടുത്താൽ കിട്ടുന്ന കാര്യമൊന്നുമല്ല. അത് ദൈവം നൽകുന്ന ഒരു കൃപ കൂടിയാണ്. അപ്പം അവിടെ അതുകൊണ്ട് എന്തും വന്നോട്ടെ, എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ പോരുന്നുകൊണ്ട് എന്തും വന്നോട്ടെ ധൈര്യമായിട്ട് പറയുകയാണ്. അങ്ങനെ ഒരു ജീവിതത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഫലം എന്ത് ഭയങ്കര. ആലോചിക്കാതെ ഈശോയുടെ മുത്തശ്ശിയാണ് ഭാഗ്യം ലഭിച്ചില്ലേ. ആലോചിച്ച് നോക്കി, ദാവീദിൻ്റെ അപ്പനായ ആളിൻ്റെ പുത്രന് ജന്മം കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത്. ബോവാസിൻ്റെ പുത്രന് ജന്മം കൊല്ലാൻ കണ്ടത്. അതിൽ നിന്നാണ് ദാവീദിൻ്റെ അപ്പനുണ്ടാകുന്നതിന് ശേഷം ദാവീദ് വംശം ഈശോയുടെ വംശാവലിയിലേക്ക് കടന്നു ചെല്ലാനായിട്ട് ഈ പറയുന്ന സ്ത്രീക്ക് സാധിച്ചു. മോവാബ്യ സ്ത്രീ, വിജാതീയ സ്ത്രീക്ക് സാധിച്ചു. ഈശോയുടെ വംശാവലിയിൽ കടന്നു വരുന്നില്ലേ ഇപ്പോൾ. അപ്പം അത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കിടന്ന വചനാനുഭവം, വചനാടിസ്ഥിതി ഞാൻ ആദ്യം പറഞ്ഞ ഏതായാലും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ കാണുന്ന വിശ്വസ്തതയും ആ നിർമ്മലമായ സ്നേഹം, ആ വചനാനുഭവ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ വലിയ കാര്യമായിട്ട് വചനപ്രഘോഷണമൊക്കെ നടത്തി ഹല്ലേലൂയ പറഞ്ഞ് തുതിയും പാടി ഭയങ്കര പാട്ടും പാടി വലിയ ആരാധനയും നടത്തി തിരിച്ചു വന്നിട്ട് കുടുംബത്തിൽ മറ്റുള്ളവരോട് വേണ്ടി സ്നേഹമില്ലാതെ വിദ്വേഷത്തിൽ പെരുമാറുന്നത് എന്ത് വചനമാണ്? അവിടെ എന്ത് ആ വചനം കേട്ട് എന്നാ പ്രയോജനം ഇരിക്കുന്നത്? എന്നിട്ട് ഞാൻ വചനം ശ്രമിക്കാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ പ്രയോജനം? എല്ലാ 12ൻ്റെയും കീഴേ പോയിരുന്നിട്ട് വചനം കേൾക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് വൈകിട്ട് തിരിച്ചു വന്നൊരു കോലാഹലമാണെങ്കിലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വചനാടിസ്ഥ ജീവിതത്തെ പരിശോധിക്കാം. വിശുദ്ധ കുർബാനയിലാണ് അതിൻ്റെ പൂർണ്ണതയായി വരിക. ഇപ്പം കണ്ടില്ലേ ആ ആദ്യത്തെ വായനത്തെ സംഭവം. അതിൻ്റെ തുടർന്ന് വരുന്നത് പ്രഭാഷകൻ്റെ പുസ്തകങ്ങളാണ്. പ്രഭാഷകന്റെ പുസ്തകം നമുക്കറിയാം, ഒരുപാട് സൂക്തങ്ങൾ, ജീവിതത്തിൻ്റെ സാരോപദേശങ്ങൾ അടങ്ങുന്ന ഗ്രന്ഥമാണ്. അത് ഏറ്റവും
കൂടുതൽ അധ്യായങ്ങളുള്ളതാണ് പ്രഭാഷകൻ്റെ പുസ്തകം എന്ന് പറയും. അപ്പോൾ അതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ, അതായത് 33 അധ്യായത്തിൻ്റെ 7 തൊട്ട് 13 വാക്യങ്ങൾ മാത്രമാണ്. അതിനകത്ത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്തമുണ്ട്. ഓരോ വ്യക്തിയും മറ്റു വ്യക്തി വ്യത്യസ്തമായിരിക്കുന്നുണ്ട്. വ്യത്യസ്തമായ ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറയും. എന്തിനാ? ശുശ്രൂഷ. അപ്പോൾ വ്യത്യസ്തമായ വ്യക്തി തൻ്റെ തന്നെ തനിമ കണ്ടെത്തി ശുശ്രൂഷ നിർവഹിക്കണമെന്ന് പറയുന്ന ഭാഗമാണ്. എല്ലാ ദിവസവും പ്രകാശിപ്പിക്കുന്ന സൂര്യനാണെങ്കിൽ ഒരു ദിവസം മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആണല്ലോ. ചില ദിവസങ്ങൾ കാത്തിരിക്കുകയല്ലേ, വലിയ ദിവസമാണ്, ഇന്നൊരു വലിയ ദിനമാണ് നമ്മൾ പറയില്ലേ, ഇന്ന് ശുഭദിനമാണ്, ഇന്നൊരു മഹാദിനമാണ് എന്നൊക്കെ പറയല്ലോ. ഇൻഡിപെൻഡൻസ് കിട്ടിയ ദിനത്തെക്കുറിച്ച് അങ്ങനെ പറയില്ലേ. അപ്പോൾ ഓരോ ദിവസം അങ്ങനെ പറയുമല്ലോ. അങ്ങനെ പറയുമ്പോൾ ചോദിക്കുക പ്രഭാഷകൻ, ഒരു സൂര്യൻ തന്നെയായി പ്രകാശിപ്പിക്കുന്ന എന്താ വ്യത്യസ്തതയുണ്ടായി? അപ്പം വ്യത്യസ്തതയുണ്ട്. കർത്താവിൻ്റെ നിശ്ചയം അനുസരിച്ചാണ് അത് വ്യത്യസ്തമാകുന്നതും ഋതുക്കളും ഉത്സവങ്ങളും നിർണയിച്ചതും അവിടുന്ന് ചില നാളുകളെ അവിടുന്ന് ഉന്നതവും സമ്പൂജ്യവും മറ്റു ചിലതിനെ സാധാരണവുമാക്കി. ദൈവം ചെയ്യുന്ന പ്രവൃത്തിയ ദിനങ്ങളിൽ തന്നെ വ്യത്യസ്തത കൈവരുന്നത്. അപ്പം വ്യത്യസ്തത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭംഗിയപ്പോൾ തന്നെ യൂണിറ്റി ഇൻ മൾട്ടിപ്ലിസിറ്റിയാണ്, നാനാത്വം എന്ന് പറയും, വ്യത്യസ്തതയാണ്. അല്ല എല്ലാത്തിനും യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത് തെറ്റാം. ചിലപ്പോഴും ഭരണാധികാരികൾക്ക് തെറ്റ് പറ്റുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഈ ഫാസിസ്റ്റിക് എന്തിയോടുകൂടി എല്ലാത്തിനെയും ഒരു കൂട്ടത്തിലാക്കി ഒരു കളറും ഒരു ചിന്തയും ഒരു രാജ്യം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അതുകൊണ്ടാണ് നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. അത് ഫാസിസമാണ്. അതല്ലേ ഇപ്പം പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി. എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള സമൂഹങ്ങളുടെ വ്യത്യസ്തങ്ങളായ ജീവിത ശൈലികൾ അത് അംഗീകരിക്കാൻ ചെല്ലുമ്പോഴാണ് രാജ്യത്തിന് ഭംഗിയുണ്ടാകും. നമ്മുടെ സമൂഹം, നമ്മുടെ രാജ്യം എന്തുമാത്രം വ്യത്യസ്തതകളുള്ള സമൂഹങ്ങളാണുള്ളത്, എന്തുമാത്രം ഭാഷകൾ വ്യത്യസ്തമുണ്ട്. അതിനെ എല്ലാം പ്രോത്സാഹിപ്പിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്ത മനോഭാവമാണ് ശരിയായ സെക്യുലറിസം എന്ന് പറയും, മതേതരത്വം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന് വ്യത്യസ്തമായിട്ട് എല്ലാത്തിനെയും യൂണിഫോമായിട്ട് ഒരുപോലെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഒരിക്കലും വലിഞ്ഞു മുറുക്കി കെട്ടിയാൽ നിൽക്കില്ല, പൊട്ടിപ്പോവും. മനുഷ്യരെല്ലാവരും മണ്ണിൽ നിന്നാണ്, ആദം പൊടിയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. എല്ലാവരും ഒരുപോലെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് കർത്താവിൻ്റെ ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിൽ അവരെ വിവേചിക്കുകയും വ്യത്യസ്ത മാർഗത്തിൽ നിയോഗിക്കുകയും ചെയ്തു. അപ്പം മണ്ണിൽ നിന്ന് പുറപ്പെട്ടു മനുഷ്യനെല്ലാം ഒരുപോലെയാണ്. ചില ദർശനങ്ങൾ വേറെ അങ്ങനെയല്ല. ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്നുണ്ടായും അവൻ്റെ കക്ഷത്തിൽ നിന്നുണ്ടായും അവൻ അറിയുന്നുണ്ടായും അവൻ്റെ പാദത്തിൽ നിന്നുണ്ടായും. അതുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തന്നെ വ്യതിരിക്തത സൃഷ്ടിക്കപ്പെട്ടിരിക്കുക, മനുഷ്യൻ ഒരുപോലെ അല്ലെന്ന്. അതുകൊണ്ടാണ് ചിലർ ബ്രാഹ്മണ്യത്തിൽ വന്നു, ചിലർ വൈശ്യർ വന്നു, ചിലർ എത്തിരി വന്നു, ശൂദ്രൻ വന്നു, എല്ലാവരുടെയും അടിമകളാക്കി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആലോചിച്ച് നോക്കി, എന്ത് ഭയങ്കരമായ വൈകൃതമാണെന്നാലും. ഇതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സംഭവം. അതുകൊണ്ടല്ലേ ഇങ്ങനെ വരേണ്യ വിഭാഗം അടിച്ചൊതുക്കി മറ്റുള്ള മേൽ ഭരിക്കാനും അതുപോലെ മേൽക്കൈ നേടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമല്ലേ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. അതേസമയത്ത് നേരെ തിരിച്ച് മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യവും ദൈവം ഒരുപോലെ സൃഷ്ടിച്ചിരുന്ന ബോധ്യം ഉള്ളിലേക്ക് കടന്നു വന്ന മറ്റൊരു വാക്യം പറഞ്ഞാൽ സുവിശേഷം ഉള്ളിൽ കടന്നു വന്നു കഴിഞ്ഞാലുണ്ടല്ലോ മനുഷ്യൻ അവൻ്റെ ആത്മാഭിമാനത്തെക്കുറിച്ച് ഉണർവായ ബോധ്യം വരും. അതിൻ്റെ അടിമത്തത്തിനെതിരായിട്ട് അവൻ നീങ്ങും. അവന് അതുകൊണ്ടല്ലേ മിഷണറി പ്രവർത്തനത്തിനെതിരായിട്ട് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? അവിടെയെങ്കിലും മിഷണറി ആയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് ഈ അടിമകൾക്ക് അവരുടെ വ്യക്തിത്വ ബോധം ഉണ്ടാകുന്നു. വ്യക്തിത്വ ബോധം ഉണ്ടായി കഴിയുമ്പോൾ ഈ ചൂഷണം നടക്കില്ല. പിന്നെ ഞങ്ങളും മനുഷ്യരാ, നിങ്ങളെപ്പോലെ തന്നെ വിലയുള്ളവരാ, നിങ്ങളും ഞങ്ങളും വ്യത്യാസമൊന്നുമില്ല, ഞങ്ങളുടെ മണ്ണ് ഞങ്ങളുടേതാ, നിങ്ങൾ ചൂഷണം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും അടിമത്തത്തിലാക്കിയിട്ട് ജനത്തിന് ഉണർന്നു കഴിയുമ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മറ്റവരെല്ലാം മുഴുവൻ അടിമകളാക്കി ശുശ്രൂഷ ചെയ്യിപ്പിച്ച് പലവെടുത്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. എത്രയാ നിങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ കന്നുകാലികളെ ആര് നോക്കുക എന്നൊക്കെയാണ് ഒരു ചോദ്യം. വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല. ക്രൈസ്തവരുടെ വിരോധത്തിന് പ്രധാനപ്പെട്ട കാര്യം ഇത് മാത്രമേ ഉള്ളൂ. വിദ്യാഭ്യാസം കൊടുക്കുന്നു. വിദ്യാഭ്യാസം കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ശത്രുതയും വിദ്വേഷവും കാണും. ചെല്ലുന്നവർക്ക് കണ്ടില്ല. ഇപ്പം പള്ളി വിളിക്കേണ്ട പ്രധാന പരിപാടി നടന്നുകൊണ്ടിരിക്കുക, ആരും വാർത്ത പോലും ആക്കുന്നില്ല. എവിടെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ദേവാലയം ഭരണം തുടങ്ങിയുള്ളൂ, അതിന് തന്നെ ദേവാലയം തല്ലി തകർക്കുന്നു. പോലീസിന്റെ സാന്നിധ്യത്തിൽ ആരും വല്ലവരും ചെയ്തോ? വല്ലതും പറഞ്ഞു? ഒരു വാർത്തയാകുന്നില്ലല്ലോ. ഈ പറയുന്ന പ്രധാനപ്പെട്ട ഡൽഹിയിൽ പോലും സംഭവിച്ചു കണ്ടില്ലേ. ഒരു മടിയും കൂടാതെ ആരാധന നടന്നുകൊണ്ടിരിക്കുക, ദേവാലയത്തിൽ കയറി ചെന്ന ഒരു കൂട്ടം ആളുകൾ ചെന്ന് തല്ലി തകർക്കുക. അപ്പം എന്ന് പറഞ്ഞാൽ പിള്ളേർ ഇവിടെ വേണ്ടെന്ന്, ഞങ്ങളാണ് ഇവിടെയുള്ള ആൾക്കാർ, മറ്റാരും വേണ്ടത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ചിന്തകൾക്ക് വ്യത്യസ്തമായി അങ്ങനല്ല. ഇവിടെ ഈ രാജ്യത്തിലെ ആളുകളെല്ലാവരും സമന്മാരാണെന്നുള്ള ചിന്ത കടന്നു വരുമ്പോൾ അപകടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അത് നൽകുന്ന സുവിശേഷത്തെ എതിർക്കുന്നത്. അല്ലാതെ വേറെ എന്താ? അതിനു വേണ്ടി കണ്ട ആവശ്യമില്ലാത്ത പരാതികളെല്ലാം കൊണ്ടുവന്ന് ഇവിടെ മനഃപൂർവ്വം മതപരിവർത്തനം എന്നൊക്കെ പറയുന്നത് ചുമ്മാ പറയുന്നതല്ലേ. അങ്ങനെ മതപരിവർത്തനം നടന്ന് ആരും ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല. ഈശോയെ നൽകുന്നു, ഈശോയെ ജീവിക്കാൻ വഴിയൊരുക്കുന്നു. അപ്പോൾ സ്വാതന്ത്ര്യ ബോധം ഉണ്ടാകുന്നു, മനസ്സ് തെളിയുന്നു, മനസ്സ് കരുത്തുണ്ടാകുന്നു, ശക്തി ഉണ്ടാകുന്നു, ആത്മാഭിമാനം ഉണ്ടാകും. അല്ലാതെ അവരെല്ലാം
ആകർഷിച്ച പ്രതിമാ സമ്മാനങ്ങൾ കൊടുത്തിട്ട് പ്രലോഭനം നടത്തിയാണ് മാതാപിതാക്കൾ നടത്തുന്നുണ്ട്. എന്നിട്ട് ഈ പാസ്റ്റർമാരെ എല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. എത്ര 1500 പേരോളം അറസ്റ്റ് ജയിലിൽ കിടക്കുന്നതെന്നാണ് പറയുന്നത് പാസ്റ്റർമാർ. അതുകൊണ്ട് എന്നാ പ്രയോജനം? അവർ നിർത്തുമോ? നിർത്തത്തില്ല. കാരണം സുവിശേഷം അതിൽ തന്നെ ശക്തിമത്തായ സംഗതിയാണ്. അതിലൂടെ പറയുന്ന കർത്താവ് തൻ്റെ ജ്ഞാനത്തിൻ്റെ അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ചുയർത്തി, വേറെ ചിലരെ വിശുദ്ധീകരിച്ചു, തന്നോട് അടുപ്പിച്ചു, മറ്റു ചിലരെയൊക്കെ അവർ തിന്മയുടെ അടിസ്ഥാനത്തിൽ ശപിച്ച് താഴ്ത്തുകയും സ്ഥാനപ്പുരുഷനാക്കുകയും ചെയ്തു. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് സൃഷ്ടാവിന്റെ കയ്യിൽ മനുഷ്യൻ. കണ്ടോ, മനോഹരമായ ഒരു ഉപമയാണ്. നീ എന്താണോ ആയിരിക്കുന്ന നിലയിൽ നിനക്ക് വിലയുണ്ട്, മൂല്യമുണ്ട്. ഏത് നിലയായാലും ശരി, നീ എങ്ങനെ ജനിച്ചവൻ, ഏത് വീട്ടിൽ ജനിച്ചാലും ശരി, അങ്ങനെ ആയിരിക്കുന്നതാണ്. കുശവന്റെ സ്ഥാനത്ത് ദൈവത്തെ പ്രതിഷ്ഠിച്ചിരിക്കുക. കുശവന്റെ കൈ കിട്ടുന്ന മണ്ണ് അതനുസരിച്ച് ആ പാത്രം എങ്ങനെ നിർമ്മിക്കണമെന്ന് കുശവന്റെ ഭാവന അനുസരിച്ച് അവൻ ചെയ്യും. ഇതുപോലെ തന്നെയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ തൻ്റെ ഇഷ്ടമനുസരിച്ച് അവിടുന്ന് പ്രവർത്തിക്കും. ഇതാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സംഗതി. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്ന ആ അവസ്ഥയിൽ അവൻ ശുശ്രൂഷ ചെയ്യാൻ തയ്യാറാകണം. എല്ലാവർക്കും ഒരേ ഉത്തരവാദിത്വം, ഒരേ ബാധ്യതയാണ്, വ്യതിരിക്തതയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ എല്ലാവരും ഭദ്രമാണ്. അപ്പോൾ വിവേകമുള്ളവരും അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ വിഡ്ഢികളാണ് ഇങ്ങനെ ഒരുമാതിരി വണ്ടിച്ചക്രം പോലെ യാതൊരു വിവേചനവുമില്ലാതെ സ്വന്തം അച്ഛന് തന്നെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിപാലനയാണ് ബുദ്ധിയുള്ളവർ ജീവിക്കുക. അതുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ യവന സംസ്കാരമൊക്കെ സ്വാധീനിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രഭാഷണമൊക്കെ കടന്നു വന്നിരിക്കുന്നത്. അത് യഹൂദ വിശ്വാസത്തിൽ തന്നെയാണെങ്കിലും ആളുകൾ ചോദിക്കാൻ തുടങ്ങിയായിരുന്നു, അവർക്ക് എങ്ങനെയാണ് ലോകത്തിലുള്ളവരെ എല്ലാം ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെയായാലും സൃഷ്ടാവിൻ്റെ തീരുമാനമാണ് ഒന്നിനെ മറ്റൊന്ന് വ്യത്യസ്തമാക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ എടുത്ത് കാണിച്ച് പഠിപ്പിക്കുന്ന ഭാഗങ്ങളത്. ഇപ്പോൾ വർഷത്തിൽ എല്ലാ ദിവസവും പ്രകാശിപ്പിക്കുന്ന പോലെ ആണെങ്കിലും കലണ്ടറിൽ വ്യത്യാസം ദിനങ്ങൾക്കുള്ള പോലെ തന്നെ മനുഷ്യനെ തന്നെ വ്യത്യസ്തതയിലാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാം ഒരുപോലെയല്ല. അതുകൊണ്ട് കൊശുവിൻ്റെ കാര്യമെല്ലാം പറഞ്ഞിട്ട് ആ വ്യക്തത എടുത്ത് കാണിക്കുക. പ്രധാനപ്പെട്ട സംഗതി എന്താ? നീ ഏതവസ്ഥയിലാണോ സൃഷ്ടിക്കപ്പെട്ടിരിക്കും, ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനും കഴിയണം. മറ്റുള്ളവരെ അവരുടെ അവസ്ഥയ്ക്ക് വിട്ടുകൊടുക്കാനും കഴിയണം. അവരെ ബഹുമാനിക്കാനും ആദരിക്കാനും കഴിയണം. പരസ്പര ബഹുമാനം, ആദരവും. ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു മകൾ ഗ്രന്ഥം ഭൂമിയിൽ കർത്താവിൻ്റെ സുവിശേഷമല്ല വേറെ വല്ലതും ഉണ്ടോ? വേറെ വല്ലതും ഉണ്ടോ? കർത്താവിൻ്റെ സുവിശേഷമല്ലാതെ ഈ നീതിയും സമാധാനവും ശാന്തതയും സ്നേഹവും ശത്രുസ്നേഹവും പ്രഘോഷിക്കുന്ന വേറെ എവിടെയുള്ള ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത്? അപ്പോൾ അതിൻ്റെ സുവിശേഷത്തിൻ്റെ ശക്തി നാം മനസ്സിലാക്കിയിരിക്കണം. മൂന്നാമത്തെ വായനയിലേക്ക് വരുമ്പോഴത്തേക്കും മനസ്സിലാക്കുകയാണ് റോമാക്കാർ ലേഖനത്തിൽ നിന്നാണ്. അപ്പോൾ അവിടെ ശുശ്രൂഷകളെ വൈവിധ്യം എടുത്ത് കാണിക്കും. ഞാൻ പറഞ്ഞല്ലോ, വൈവിധ്യം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. എല്ലാവരും ഒരുപോലെയല്ല. അതുകൊണ്ട് ആ വൈവിധ്യത്തെ ബഹുമാനിക്കാതിരിക്കുകയും വേണം. നാം പ്രവർത്തിക്കുമ്പോൾ തന്നെ എല്ലാവരും പ്രവർത്തിക്കുമ്പോൾ പറഞ്ഞാൽ ശരിയാകും. നാം ചിന്തിക്കുന്നത് തന്നെ എല്ലാവരും ചിന്തിക്കുമ്പോൾ പറഞ്ഞാൽ ശരിയാകും. എല്ലാ ചിന്തകളും ഒന്നിച്ച് കൂട്ടി വരുമ്പോഴാണ് ഒരു പൂർണ്ണതയുണ്ടാകും. അതുപോലെ ഒരു രാജ്യം പോകുന്നത് അങ്ങനെ തന്നെയാണ്. വ്യത്യസ്തങ്ങളായ ആഭിമുഖ്യമുള്ള സമൂഹങ്ങൾ അവരുടേതായ രീതിയിൽ നന്മ പ്രവർത്തിക്കുമ്പോഴാണ് സമൂഹം കെട്ടുറപ്പുള്ളതായിട്ട് വളരുക. അത് ബഹുമാനിക്കുക, ആദരിക്കുക ഭരണകൂടം ഉണ്ടാകണം. അല്ല മറ്റുള്ള അടിച്ചിരുത്തിക്കളെ ഞങ്ങൾ പറയുന്ന അനുസരിച്ച് മാത്രം ഒരേ കളറിൽ തന്നെ എല്ലാം കൂടെ പോകണം എന്ന് പറഞ്ഞാൽ അത് പൊട്ടിത്തെറി ഉണ്ടാവുകയുള്ളൂ, ഒരിക്കലും സമാധാനം ഉണ്ടാകുകയില്ല. ഇവിടെ റോമാക്കാർ ലേഖനത്തിൽ അപ്പോസ്തലൻ എന്നാ പറയുന്നത്? എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി എന്നോട് പറയുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. അതിൻ്റെ അർത്ഥം എന്താണ്? രണ്ട് കാര്യങ്ങൾ രണ്ട് തരത്തിൽ ആൾക്കാരെ കണ്ടുകൊണ്ടാണ് ധരിക്കുന്നത്. ഒന്ന് യഹൂദ ക്രിസ്ത്യാനികളും മറ്റത് വിജാതീയ ക്രിസ്ത്യാനികളും. യഹൂദ ക്രിസ്ത്യാനികൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അവരാണല്ലോ ആരംഭം, ദൈവിക വെളിപാടിൻ്റെ ആരംഭം യഹൂദനാണ്. യഹൂദനിൽ നിന്നാണ് രക്ഷ കൈവരുന്നത്, സംശയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ യഹൂദ ക്രിസ്ത്യാനികൾ മേൽക്കൈ നേടി വിജാതിയുടെ മേൽ വ്യാപരിക്കുന്ന സാഹചര്യം അപ്പോസ്തലൻ വേണ്ട വേണ്ട. അതായത് നിങ്ങൾ എനിക്ക് ലഭിച്ച കൃപയാലാണ്. കൃപയൊക്കെ എന്ന് പറയാം ഉള്ളതിൽ കവിഞ്ഞ് മേന്മ ആരും ഭാവിക്കരുത്. കാരണം നിനക്കുള്ളതൊക്കെ ദൈവം തന്നേ ഉള്ളൂ, നിരന്തരാത്തായിട്ട് യാതൊന്നുമില്ല. അതുപോലെ തന്നെ തിരിച്ച് അവരോടും പറയും, വിജാതിയോടും പറയും, നിങ്ങളൊരു കാര്യം ചെയ്താണ്, നിങ്ങൾ കാട്ടുമുന്തിരി ചെടിയായിരുന്നതിനെ കട്ട് ചെയ്ത് ബഡ് ചെയ്ത്, അതായത് നാട്ടുമുന്തിരി വെട്ടിയത് ഉണ്ടാക്കിയതാണ് നിങ്ങൾ. അത് നിങ്ങൾ യഹൂദരെ ബഹുമാനിക്കണം, യഹൂദ ക്രിസ്ത്യാനികളെ ബഹുമാനിക്കണം. അപ്പം അതുകൊണ്ട് മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് വിവേകപൂർവ്വം ചിന്തിക്കുവാൻ. വിശ്വാസത്തിൻ്റെ അളവ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഒരു ശരീരത്തിൽ അനേക അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും ഒരേ മർമ്മമല്ല. അതുപോലെ തന്നെ പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്. ഇതാണ് നമ്മുടെ വിശ്വാസ കമ്മ്യൂണിറ്റേറിയനാണെന്ന് പറയാൻ കാരണം. നമ്മൾ ഫെയ്ത്ത് ഇസ് ഓപ്പൺ ടു ദി അതർ. കർത്താവിനോട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ സഹോദരനോട് ബന്ധപ്പെട്ടിരിക്കും. അപ്പോഴവിടെ കമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവിടെ ഒരു ശരീരമായി തീരുന്നത് അങ്ങനെയാണ്.
മനോഹരമായ പ്രതീകമല്ലേ അപ്പസ്തലൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ സഭയോട് ബന്ധപ്പെട്ടിരിക്കുന്നത്. സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സ് കർത്താവാണ്. അപ്പസ്തലൻ കൊളോസ്യർക്കൊക്കെ ലേഖനത്തിൽ പറയുന്നില്ലേ, എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്ക് ദാനങ്ങളും വ്യത്യസ്തങ്ങളാണ്. ധാരാളം ദാനങ്ങൾ സമൂഹത്തിലുണ്ട്. സഭാ സമൂഹത്തിൽ ഓരോന്ന് എടുത്തെടുത്ത് പറയാം. എന്തൊക്കെയാ? പ്രവചനപരം, വിശ്വാസത്തിന് ചേർന്നതും പ്രവചിക്കണം, അതിനുവേണ്ടി പ്രവചനപരം നൽകിയിരിക്കുന്നു. ഈ വരം എല്ലാവർക്കും ഉണ്ട്. പ്രവചനം എന്ന് പറഞ്ഞാൽ ഭാവി മുൻകൂട്ടി പറയുന്ന ഇടപാടല്ലത്. പ്രവചനം എന്ന് പറഞ്ഞാൽ വചനപ്രഘോഷണമാണ്. ആ വരം ലഭിച്ചവൻ അത് പ്രഘോഷിച്ചുകൊണ്ടിരിക്കണം. എല്ലാവർക്കും അതിനുള്ള സിദ്ധി ഉണ്ടായിരിക്കണം എന്നില്ല. അതുപോലെ ശുശ്രൂഷാപരം, ശുശ്രൂഷ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ചില ആൾക്കാർ വചനപ്രഘോഷണമൊന്നും വലിയ പ്രാവീണ്യം ഇല്ലെങ്കിലും ഓടി നടന്ന് നന്മ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതിന് ഭയങ്കര താല്പര്യമുള്ളവരായിരിക്കും. ജീവകാരുണ്യത്തിന് വലിയ താല്പര്യമുണ്ടായിരിക്കും. അങ്ങനെ ഓടി നടന്നങ്ങനെ ചെയ്യണം. അതൊരു വലിയ ദാനമാണ്, ഒരു കൃപയാണ്. അധ്യാപനപരം, അധ്യാപകർ ഉപയോഗിക്കണം. പഠിപ്പിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ട്, അവർ പഠിപ്പിക്കണം. മനുഷ്യരെപ്പോഴും പഠനം ആവശ്യമാണ്, പ്രബോധനം ആവശ്യമാണ്, ബോധനം ആവശ്യമാണ്, അല്ലെങ്കിൽ വഴിതെറ്റി പോകും. അപ്പം അതിന് സിറ്റിയിലെ ആൾക്കാർ പഠിപ്പിക്കാൻ തയ്യാറാണ്. ഉപദേശകര ഉപയോഗം, അത് ഉപദേശത്തിലും നമുക്ക് അത് പ്രയോജനപ്പെടുത്തണം. ഉപദേശം എന്ന് പറയുന്നത് പെർsuasion-ആ. ആളുകളെ തിന്മയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നതാണ് ഉപദേശം. നമ്മൾ സാധാരണ പിള്ളേർ പറയുന്നത് ഉപദേശിക്കൊന്നും വേണ്ടെന്ന് പറയും. ആ ഉപദേശമല്ല ഇവിടെ. ഏതെങ്കിലും തരത്തിൽ മനുഷ്യ വഴിതെറ്റി പോകുമ്പോൾ അവനെ പെർsuade ചെയ്ത് നന്മയിലേക്ക് തിരിച്ചുകൊണ്ടായി ഉപദേശം എന്ന് പറയും. അപ്പൊ ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും നേതൃത്വത്തിൽ നൽകുന്നവൻ തീഷ്ണതയോടെയും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ എന്ന് പറയുന്ന ഭാഗം വചനാടിസ്ഥിത ജീവിതത്തിന്റെ ഭാഗമല്ലേ? അപ്പം വചനാടിസ്ഥിത ജീവിതം എന്ന് പറഞ്ഞാൽ ഈ വചനം വായിച്ചല്ലോലിയ പറയുന്നത്. അതുമാത്രമൊന്നുമല്ല, അതിൽ നിന്ന് വരുന്ന ഈ പ്രായോഗിക ജീവിതത്തിലേക്ക് കടക്കാനൊക്കെ എളിമയും കൃപയുമാണ്. എനിക്ക് ലഭിച്ചിട്ട് കൃപയനുസരിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഉള്ളതിലധികം മേന്മ ഭാവിക്കുന്നത്. കാരണം ദൈവം നിന്ന് മാത്രമേ ഉള്ളൂ. അധികം മേന്മ ഭാവിച്ചാൽ അഹങ്കാരമായിട്ട് തീരും. അതുകൊണ്ട് വിജാതിയർക്ക് നൽകിയതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പരസ്പരം നൽകപ്പെട്ടിരിക്കുന്ന ദാനങ്ങളൊക്കെ അവബോധം ഉണ്ടാകണം. ആ ശരീരത്തിൻ്റെ ആ പ്രതീകാത്മകത, ശിരസ്സായ ക്രിസ്തു നമ്മളിൽ അവയവങ്ങൾ, ഒറ്റ ശരീരം. വാസ്തവത്തിൽ അങ്ങനെയല്ലേ സഭയെന്ന് പറയുന്നത്? 140 കോടി വിശ്വാസികളെ ഒരു മേലത്തിൻ്റെ കീഴിൽ കഴിയുന്ന ഒരു പ്രതിഭാസമില്ലേ കത്തോലിക്ക സഭയെന്ന് പറയും. എന്തെല്ലാം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഉണ്ടായാലും ശരി, ആ ശരീരം ആരോഗ്യമുള്ളതായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ? അതുകൊണ്ട് സഭ ക്രിസ്തുവിലാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ, അതായത് രാഷ്ട്രം ഒരു ശരീരമായിട്ടും പൗരന്മാർ അംഗമായിട്ടും കളിച്ചിൻ്റെ യവന ചിന്തയിലുണ്ടായിരുന്നു. അതിനായിരിക്കും അപ്പസ്തലൻ ഇങ്ങോട്ട് എടുത്തത്. അതുകൊണ്ട് യഹൂദരും വിജാതിരും തമ്മിൽ ഒറ്റ ശരീരമാണ്. അതിൻ്റെ തനിമ നഷ്ടപ്പെടുത്താതെ ജീവിക്കാൻ കഴിയണം എന്നുള്ള കാര്യം എടുത്ത് അവിടെ പറയുക. അപ്പോൾ ആത്മീയ വരങ്ങളും താൻ എടുത്തു നോക്കി എന്തെല്ലാം കാര്യം, 6, 7 ദാനങ്ങളാണ് പറഞ്ഞത്. 1 പ്രവചനം, 2 ഉപദേശം, 3 ശുശ്രൂഷ, 4 ദാനം, 5 പ്രബോധനം, 6 നേതൃത്വം, പിന്നീട് കരുണ. 7 കാര്യത്തോടെ പറഞ്ഞു കഴിഞ്ഞിരിക്കും. അപ്പസ്തലൻ ഈ പറഞ്ഞ വാക്കുവ്യാസനൊട്ടും ആരുടെയും പിറകിലല്ല, ഭാഷയ്ക്കാരൊട്ടും പിറകിലല്ല. പറയുമ്പോൾ കറക്റ്റ്, അതായത് ചിലപ്പം കോമായും കൂത്തും ഇല്ലാതെ അങ്ങോട്ട് എഴുതി വയ്ക്കും. അതാണ് അപ്പസ്തലൻ്റെ പ്രതികരണം എന്ന് പറയുന്നത്. തുടർച്ചയായിട്ട് പറയുന്നത്. പ്രത്യേകിച്ച് പീഡനങ്ങളെക്കുറിച്ച്, അദ്ദേഹം അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ച് പറയുന്ന കൊറിന്തോസുകാരുടെ ലേഖനം 1-ാം അധ്യായത്തിന് 11 നോക്കി എന്തൊരു അനർഗളമായിട്ട് പ്രവചിക്കുന്ന കണ്ടില്ലേ? പദാവലിയെ പ്രവചിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ദാനങ്ങളെക്കുറിച്ച് പറയാൻ 7 ദാനങ്ങൾ എടുത്തെടുത്തങ്ങ് പറയുക. അതുകൊണ്ട് വൈവിധ്യം, അതുകൊണ്ട് ചേർന്ന വിധം എല്ലാവരും. ലക്ഷ്യം എന്താണ്? ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ പോഷണമാണ്, സ്നേഹമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് എന്ത് ചെയ്യണം? പരസ്പര ബഹുമാനം വേണം, തീഷ്ണത വേണം, പ്രത്യാശ വേണം, സഹനശീലം വേണം, സഹായത്തിനുള്ള സന്നദ്ധത വേണം, അതിഥി സൽക്കാര പ്രിയം വേണം, മാത്രമല്ല ക്ഷമ, ദീനാനുകമ്പ, എളിമ, സമാധാനം. ഇതെല്ലാം കൂടി വാസ്തവത്തിൽ കൊറിന്തോസ്യരുടെ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. നമ്മൾ എടുത്തു പറയേണ്ട കാര്യത്തിൽ എടുത്ത് വായിച്ചു നോക്കാം. എല്ലാം സ്നേഹമാണെല്ലാം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, നിലനിൽക്കുന്ന സ്നേഹമാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആ 13-ാം അധ്യായത്തിന് 13 വാക്യങ്ങൾ എടുത്ത് വായിച്ചു നോക്കുകയും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറയുന്ന ഭാവം. അതുകൊണ്ട് ഇത് വലിയ പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകപ്പെട്ടിരിക്കും. ഇതിൻ്റെ സമാപനത്തിലാണ് നമുക്ക് മർത്താ മറിയം പെരിക്കോപ്പ് എന്ന് പറയുന്ന ആ ഭാഗം കടന്നു വരുന്നത്. ലൂക്ക 10, 38, 42 വരെ. എന്താ സംഭവം? ഈശോ വാസ്തവത്തിൽ അതിന് മുമ്പുള്ള പറഞ്ഞിരിക്കുന്ന ഇടപെടലെല്ലാം പുരുഷന്മാരുടെ കാര്യം പറഞ്ഞത്. ഇതിവിടെ നേരെ സ്ത്രീകളാണ്. ലൂക്കാ സുവിശേഷങ്ങളിൽ മാത്രമേ ഇതുള്ളൂ. അതാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ കാര്യം പറയുന്നത്. ലൂക്കാ സുവിശേഷത്തിന് പ്രത്യേകത എന്താ? വലിയ പ്രത്യേകത. അത് പാവങ്ങൾക്ക് വേണ്ടി സുവിശേഷമാണോ ഒന്നും ഒരിക്കൽ പറയാം. അത് വിജാതികർക്ക് സുവിശേഷമാണോ അറിയാൻ പറയാം. ലൂക്ക വിജാതികർക്ക് വേണ്ടി എഴുതാം. പോളിൻ്റെ ശിഷ്യനായിരുന്നു, പൗലോസിന്റെ ശിഷ്യനായിരുന്നു, പിന്നെ അതൊരു വൈദ്യനായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടങ്ങളിൽ സ്ത്രീകളെ താഴ്ന്ന നിലയിൽ കണ്ടിരുന്നുകൊണ്ട് സ്ത്രീകളുടെ ആ വലിയ സ്ഥാനം എടുത്തുയർത്തി കാണുന്ന സുവിശേഷം, അത് സ്ത്രീകളുടെ സുവിശേഷം എന്ന് പറയാറുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ സ്ത്രീകളുടെ സുവിശേഷം എന്ന് പറയുന്നത് കണ്ടില്ല. അത് മഗ്നിഫിക്കാത്തൊക്കെ വരുന്ന അവിടെയില്ലേ?
ഒന്നാം അധ്യായത്തിൽ കടന്നു വരുന്ന പ്രധാനപ്പെട്ട കാര്യം ഞാൻ നാഥനെ വാഴ്ത്തുന്നു എന്ന് പറയുന്ന ഭാഗങ്ങളില്ലേ, അതുകൊണ്ട് സ്ത്രീകളുടെ കാര്യം എടുത്ത് ഉയർത്തി പാടുന്ന ആളാണ് സുവിശേഷം. അപ്പം അതുകൊണ്ട് ഇവിടെ മൂന്ന് ആ, രണ്ട് സ്ത്രീകളാണ് പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറഞ്ഞാൽ എവിടെയാ ഇത്? ബഥാനിയയിലാണ്. എവിടെ ബഥാനിയ? യെരൂശലേം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലായ ചിത്രം കാണുന്നത് എപ്പോഴും കാണുന്നതല്ല, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കളറായിട്ട് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകണം ഇത് ഭൂമി നടന്ന കാര്യമാണ്, അല്ലാതെ ഒരു ഭാവനയൊന്നുമില്ല, ഐതിഹ്യമോ കഥയൊന്നുമില്ല, നടന്ന കാര്യമാണ്. ഒരു 3-4 മലകളായി ജെറുസലേം ആ പ്രദേശം എന്ന് പറയുന്നത്. ഒന്ന് ജെറുസലേം മല, മോറിയ മല, ഇസഹാക്കിനെ ബലിയർപ്പിച്ച മല. രണ്ടാമത് സെഖിയോൻ മല, അതായത് അന്ത്യത്താകുന്ന സെഖിയോൻ മല. അതിൻ്റെ പിറകിലാണ് ഈ പറയുന്ന കാൽവരി മല എന്ന് പറയും. ഇതൊക്കെ അവിടെ ഒരു 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 വലിയ പിന്നെ വട്ടത്തിലാണ് നിൽക്കുന്നതെങ്കിൽ 8 ഏക്കർ 3 സെന്റ് സ്ഥലമായി പറയുന്ന എല്ലാം കൂടെ കൂടി അതിനപ്പുറം നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന വലിയ മലയാണ്. ഇപ്പോൾ മലകളിൽ ഏറ്റവും വലിയ മലയാണ് ഒലിവ് മല എന്ന് പറയും. ആ ഒലിവ് മലയും ഈ 2 മലയും കൂടെ ചേർന്നതിൻ്റെ ഭാഗം അടിയിലുള്ള തോടിനാണ് കെത്തിരോൻ തോടെന്ന് പറയും. അപ്പോൾ ആ ഒലിവ് മലയിൽ കയറി ചില വലത്തുഭാഗത്ത് കാണുന്ന പ്രദേശമാണ് കെത്തിരോൻ തോടെന്ന് പറയും. കെത്തിരോൻ തോടിൽ അല്ല, ആ വലത്തുവശത്ത് വന്നതാണ് ഗതസമയം തോട്ടം എന്ന് പറയും. ഗതസമയം തോട്ടം ഞങ്ങൾ മണ്ടയ്ക്ക് മുകളിൽ ചെല്ലുമ്പോൾ സ്വർഗസ്നായ പിതാവെ പഠിപ്പിച്ച അവിടെയാണ് സുന്ദരമായ ദേവാലയം. എല്ലാ ഭാഷയിലും സ്വർഗസ്നായ പിതാവ് എഴുതി വെച്ചിരിക്കുന്നത്. അതിന് മുകളിലാണ് ഒരു മലയുടെ മണ്ട, അവിടുന്ന് ഈശോ സ്വർഗ്ഗാരോഹണം ചെയ്തെന്ന് പറയും. അപ്പോൾ വീണ്ടും കർത്താവ് വരുമെന്നും പ്രവാചകൻ പറഞ്ഞ കർത്താവ് വരുമ്പോൾ ഒലിവുമല രണ്ടായിട്ട് പിളരും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കുറഞ്ഞ് കടന്നിടുമ്പോൾ കാണും ഒരു 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 കിലോമീറ്റർ അകലെയാണ് ബethany എന്ന് പറയും. ബethany എന്ന് വരുന്ന വഴിയാണ് നമ്മൾ ബെത്പാഗെ എന്ന് പറയുന്ന സ്ഥലം. ആ ബെത്പാഗെ ഒരു ചെരുവിലാണ്. അവിടെ വെച്ചാണ് ഓശാന ഞായറാഴ്ച ഈശോ ഈ കഴുതപ്പുറത്ത് കയറിപ്പോയതാണ്. അപ്പോൾ അങ്ങ് നോക്കി ബെഥാനിയ എന്ന് പറയുമ്പോൾ 1 കിലോമീറ്റർ അവിടെയാണ്. അപ്പോൾ ഈശോ വല്ലപ്പോഴും പോയി വിശ്രമിച്ചിരുന്ന സ്നേഹസമ്പുഷ്ട മനുഷ്യരുടെ വീടാണ്, ലാസർ ഉൾപ്പെടെ. ലാസറിനെ ഉയർപ്പിച്ചത് അവിടെ നമുക്കറിയാം. അവിടെ 2 സ്ത്രീകൾ, ഇതാണ് സംഭവം നടക്കുന്ന കാര്യം. കർത്താവ് ഇടയ്ക്ക് അവിടെ ചെല്ലാൻ സന്ദർശിക്കാൻ, ചിലപ്പോൾ വിശ്രമിക്കാൻ ചെല്ലുന്നതായിരിക്കും. കാരണം ഇവിടെ ഒത്തിരി ദൂരെയല്ലാതെയുള്ള സ്ഥലമാണ്. അവർ വലിയ ഭക്തരാണ്. അതാണ് മർത്തായും മറിയവും രണ്ടുപേരും വളരെ ഭക്തരായ ആൾക്കാരാണ്. മർത്തായും രണ്ടുപേരെയും കർത്താവ് സ്നേഹിച്ചിരുന്നു. ചിലരിപ്പം പറയും മർത്ത ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ, അത് മറിയം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതൊരിക്കലും എന്ന് പറഞ്ഞ ഭാഗം കഴിയുമ്പോൾ മത്തായോട് അരിച്ചപ്പെട്ട് പറയുന്നില്ല. 2 പ്രാവശ്യം പേര് വിളിച്ചാൽ യഹൂദൻ്റെ ഭാഷയിൽ വാത്സല്യമാണ്. ഒറ്റ വിളിച്ചുകൊണ്ട് പത്രോസെ നീ പിൻപാട് പോവുക സാത്താന്ന് വിളിച്ചില്ലേ, അത് അരിച്ചപ്പെട്ട് പറഞ്ഞാൽ ഇതല്ല. ഇത് വാത്സല്യത്തിൽ പറയാം. മർത്ത ഒരു കാര്യം ആവശ്യമുള്ളൂ, അത് മറിയം തിരഞ്ഞെടുത്തിരിക്കും, അത് അവളിന് എടുക്കപ്പെടുകയില്ല എന്ന് പറയുന്ന ഭാവം. അപ്പോൾ ഈ 2 പേരും ഈശോയെ സ്വീകരിക്കാനാണ് സന്നദ്ധരായിട്ട് നിൽക്കുകയാണ്. മർത്ത എന്ത് ചെയ്യുന്നു? പല കാര്യം വ്യക്തിത്വം അവൾ ആ ചിന്തയ്ക്കകത്ത് കയറിയിരിക്കുന്ന മുഴുവൻ എന്താ? ആ ചിന്തയ്ക്കകത്ത് കയറിയിരിക്കുന്ന മുഴുവൻ കർത്താവിനെ ഭയങ്കരമായ രീതിയിൽ സ്വീകരിക്കണം, അതിന് അതിഥി സൽക്കാരത്തിന് വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കണം, പലതരം കറികൾ വേണം, അത് വേണം, ഇത് വേണം, അതിന് വേണ്ടി ഓടി നടക്കുകയാണ്. അപ്പോൾ അവൾ നോക്കിയപ്പോൾ തന്നെ ഈശോയുടെ പാതാന്തികത്തിൽ കുത്തി ഇരിക്കുകയാണ്. കൂട്ടുകാരി അനിയത്തി അവളവിടെ ഇരിക്കുക. അവളെന്താ അവിടെ ഇരിക്കുന്നത്? ഈശോയുടെ അധരങ്ങൾ പുറപ്പെടുന്ന വചനം ശ്രവിച്ചുകൊണ്ട് ഹൃദയം നിറഞ്ഞിരിക്കുക. ഇതാണ് വചനശ്രവണമാണ്. അപ്പോൾ വചനം ശ്രവിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് മറ്റുള്ളതെന്ന് പറഞ്ഞ് കർത്താവ്, അയ്യോ കണ്ടില്ലേ ഇത്രയും പണി കിടക്കുന്നത്, ആ പെണ്ണിനെ എഴുന്നേൽപ്പിച്ച് വിട്, ഞാനും തന്നെ പറയും. അപ്പോൾ ഈശോ പറയുന്നത്, മാർത്ത സ്നേഹപൂർവ്വം പറയുന്നത്, നീ സ്നേഹത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് എനിക്കറിയാം, പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ, ഒറ്റ കാര്യമേ വളരെ വിലപ്പെട്ടതും പ്രാധാന്യമായിട്ടുള്ളൂ, എന്താണെന്നറിയോ? എൻ്റെ വചനം ശ്രവിക്കുക. അതാ മറിയം ചെയ്തു. അത് അവളിൽ നിന്ന് എടുത്തു കളയില്ല. അതുകൊണ്ട് നീ വചന ശ്രവണത്തിലേക്ക് നീയും വരണം, ഈ കൂടെ നടക്കണം. അതുകൊണ്ട് സഭയിലാണെങ്കിലും ശരി, ഒരുപാട് വിഗ്രഹത്തോടെ നടക്കുന്ന ആളുകൊണ്ട് വിഗ്രഹത്തെ ആദരിക്കാൻ പറ്റി ചുമതല ഏൽപ്പിച്ചു. ഹോസ്പിറ്റലിൽ അവരെ ഏൽപ്പിച്ചു ഒരു വൈദ്യനെ, അല്ലേ സന്യാസം ആലോചിച്ച് നോക്കി. വ്യഗ്രചിത്ത ഉണ്ടാകുകയില്ല. എന്തൊരു കഷ്ടം അന്നത്തെ കാലഘട്ടങ്ങളിൽ, എന്തൊരു കഷ്ടം ആലോചിച്ച് നോക്കിയേ. വളരെ ഭംഗിയായ രീതിയിൽ പോകുന്നൊരു ഹോസ്പിറ്റൽ, ജൂബിലി ഹോസ്പിറ്റൽ വളരെ ഭംഗിയായിട്ട് പോകും. എല്ലാ ഹോസ്പിറ്റലിനേക്കാളും കൂടുതൽ അവർ ശമ്പളം കൊടുക്കും, എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. അവർക്കാർക്കും പരാതി. അവരെ സംഘടിപ്പിച്ചുകൊണ്ട് ജനവിഭാഗത്തിൽ ചില ആളുകൾ ഏതെങ്കിലും തരത്തിൽ സാത്വികതയുള്ള സമൂഹം സമരത്തിന് മുമ്പിൽ വന്നിട്ട് UNA എന്ന് പറഞ്ഞുകൊണ്ട് 100 പേരെ സംഘടിപ്പിച്ച്, 100 പേരേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല, അല്ലെങ്കിൽ 150 പേരെ, ബാക്കിയുള്ളവർ അതിനകത്ത് ജോലി ചെയ്യുന്നുണ്ട്. സംഘടന എത്ര നാളായി കിടന്നാണ് എന്തിന്? എന്നിട്ട് അതിൻ്റെ പരമാധ്യക്ഷൻ അതിന് ചുമതലപ്പെട്ടിട്ട് ആ മേലത്തിനെ പിടിച്ച് എന്തെല്ലാം പറയുന്നത്, എന്തറിഞ്ഞിട്ടായി പറയുന്നത്, സങ്കടം വരും അത് കേട്ട് കഴിയുമ്പോൾ. വളരെ മനപ്രയാസം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ മേലധ്യക്ഷനെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ കൂട്ടത്തിൽ പഠിച്ചവരാണ്. അതേ എന്താണെന്ന് നന്നായിട്ടറിയാം. നന്മ ചെയ്യുന്നൊരു മനുഷ്യൻ, കംപ്ലീറ്റ് കമ്മിറ്റഡ് ആയിട്ടൊരു മനുഷ്യൻ, തന്നെ ഏൽപ്പിച്ച ജോലി പൂർണ്ണ ഉത്തരവാദിത്വം, ഇപ്പോൾ റിട്ടയറായി അതുപോലെ ചെയ്യുന്ന ഒരു മനുഷ്യനെ ഇതുപോലെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മോശമായ രീതിയിൽ അവതരിപ്പിക്കാൻ നമ്മൾ കണ്ടില്ലേ? അപ്പോൾ വ്യഗ്രചിത്തത ഉണ്ടായില്ലേ? മനപ്രയാസം ഉണ്ടായില്ലേ?
സഭ നൽകിയ ശുശ്രൂഷയിൽപ്പെട്ടതാണ്. അദ്ദേഹത്തിന് ഇത് മാത്രമൊന്നുമല്ല, ഒരു മേലധ്യക്ഷൻ ഒരു സഭയിൽ ആശുപത്രി നടത്തുന്ന പണിയൊന്നുമല്ല പ്രധാനപ്പെട്ട പണി. എന്തെല്ലാം മറ്റു പണികളുണ്ട്. കൂദാശ കർമ്മം നടക്കണം, ദേവാലയത്തിന് കൂദാശകൾ നടത്തണം, മറ്റെല്ലാം കാര്യങ്ങൾ നടത്തണം, വൈദ്യുതി വഴി നടത്തണം, ദുനിയാവിന് വഴി, ഇതിൽ ഒരുപാട് തിരക്കുള്ളൊരു മനുഷ്യൻ. അവിടെ ഈശോ പറയുക, അതേ പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നും അല്ല കേട്ടോ. പ്രധാനപ്പെട്ട കാര്യം നമുക്കും കൂടെ ഒരു മാതൃകയാണ്. പ്രധാനപ്പെട്ട കാര്യം എന്താണ്? മറിയം തിരഞ്ഞെടുത്തതാണ്. എന്താണ്? വചനശ്രവണം, വചനാടിസ്ഥിത ജീവിതം എന്ന് പറയാം. അപ്പം അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നിരന്തരം വചനശ്രവണം എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. നമ്മളീ പറയുന്ന കാര്യങ്ങൾ ഇതിനുവേണ്ടി ഇച്ചിരി സമയം മാറ്റി വെക്കാനായി നമുക്കുണ്ടോ? ചിലരങ്ങ് ചെയ്യുന്നുണ്ടല്ലോ, ചിലർക്കില്ലല്ലോ. ചിലർക്ക് 2 മിനിറ്റ് കഴിഞ്ഞാൽ കാര്യം കേട്ടോ എന്നിട്ട് അങ്ങ് പോയേക്കാം. ഇതല്ലല്ലോ. ധ്യാനിച്ച് ജീവിതത്തിൽ കർത്താവിനെ ഉൾക്കൊണ്ടുകൊണ്ട് അല്പനേരം ഇരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹമാണെന്ന കാര്യം നാം മനസ്സിലാക്കണം. അതുകൊണ്ട് വ്യഗ്രചിത്തത എന്ന് പറഞ്ഞ സഭയിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യമാണ്. ഹോസ്പിറ്റൽ നടത്തിപ്പുകൾ മാത്രമല്ല, സ്കൂൾ നടത്തിപ്പുകാരും അങ്ങനെ തന്നെ, കോളേജ് നടത്തിപ്പുകാരും അങ്ങനെ തന്നെ. കാരണം സർക്കാർ നിയമങ്ങൾ മാറ്റി മാറ്റി കൊണ്ടുവരിക. അത് എന്തൊരു കഷ്ടപ്പാടാണ് ഒരു പ്രിൻസിപ്പൽ ചെയ്തെന്ന് പറയുന്നത്. നിയമം മാറ്റി മാറ്റി വരുന്നതനുസരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ടതല്ലേ. അധ്യാപകർക്കെല്ലാം അവർക്കനുസരിച്ചുള്ള ശമ്പളവും കാര്യങ്ങളും ക്രമീകരിക്കേണ്ടതല്ലേ. അതുപോലെ തന്നെ സഭ നടത്തുന്ന എല്ലാ ആതുരാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുമല്ല എന്തുമാത്രം നന്മ ചെയ്യുന്ന ജീവകാരുണ്യ പ്രസ്ഥാനം കൊണ്ട് അതിനൊക്കെ മൂക്കേറിടാനായിട്ട് സർക്കാർ നിൽക്കുക. എന്തിനാ നിങ്ങളൊന്നും അധികം ചെയ്യേണ്ടെന്ന്. നിങ്ങളൊന്നും ജീവകാരുണ്യം ചെയ്യേണ്ടെന്ന്. നിങ്ങൾ ജീവകാരുണ്യം ചെയ്യുന്നത് കൊണ്ടാണ് ആളുകൾ നിങ്ങളുടെ പുറകെ വരുന്നതെന്ന്. നിങ്ങളെ പറയല്ലേ യേശുവിൻ്റെ പിന്നാലെ പോകുന്നതെന്ന്. തെറ്റായ ധാരണയല്ലേ. ഇത് ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല. കാരണം ഈ സുവിശേഷത്തിന്റെ പ്രത്യേകത അങ്ങനെയാണ്. അത് അങ്ങോട്ട് പുകയ്ക്കുന്ന മറ്റുള്ളവർ നന്മയിലേക്ക് കടന്നു വരുന്ന അവന് പാവങ്ങളോട് കരുണ, അതിൻ്റെ അനുകമ്പ വേറെ ഏതെങ്കിലും ഗ്രന്ഥത്തിലുണ്ടോ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതായിട്ട്? നിന്റെ ജീവൻ തന്നെ വിലയർപ്പിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ജീവൻ നൽകാൻ സമുദ്രം നൽകുന്നതായിട്ട് ഞാൻ വന്നിരിക്കുമെന്ന് പറഞ്ഞ ഒരാൾ ഈശോ അല്ല വേറെ ആരുണ്ട് ഈ ഭൂമിയിൽ? വേറെ ആരുണ്ട് ഇതുപോലെ ഞാൻ വഴിയാണ് സത്യമാണ് ജീവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? ആരുണ്ട് ഈ ഭൂമിയിൽ? ഞാൻ ലോകത്ത് ഏതെങ്കിലും ഭൂമി ജനിച്ച് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞത്? കൃത്യമായിട്ട് പറഞ്ഞത് എന്താ? അതായത് നിങ്ങൾ പോകുവിൻ, സുവിശേഷത്തെ അറിയിക്കുവിൻ, ലോകത്തിന്റെ അതിർത്തിവരെ പോകുവിൻ, വിശ്വസിക്കുന്ന മാനസാന്തരപ്പെടുന്ന സ്നാനം നൽകുവിൻ, ലോകാവസാനം ഞാൻ നിങ്ങൾ ഇത് കൽപ്പനയല്ലേ, നിർവഹിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന പ്രധാനപ്പെട്ട സംഗതി വചനം ധ്യാനിക്കുക ഉൾക്കൊള്ളുക ഏറ്റവും ഇതിൻ്റെ ഉള്ളിലൂടെ ഇതെല്ലാം നടക്കണം. സഭയിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വലിയ ദൗത്യങ്ങൾ നിർവഹിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെല്ലാം നടക്കണമെന്ന കാര്യം ഈ സുവിശേഷകർ അല്ലെങ്കിൽ ഈ പറയുന്ന ശുശ്രൂഷകർക്കാരും മറന്നു പോരുന്നുള്ളതുകൊണ്ടാണ് നാളെ ഇത് വെച്ചിരിക്കും. നാളത്തെ ഈ വചനഭാഗം വെച്ചിരിക്കുന്നതാണ്. ഞാൻ എന്തെല്ലാം കാര്യം ചെയ്താലും ശരി, എത്ര കേമമായിട്ട് ആശുപത്രി കൊണ്ടുപോയാലും ശരി, എത്ര കേമമായിട്ട് കോളേജ് നടത്തിയാലും ശരി, എൻ്റെ കർത്താവിൻ്റെ വചനത്തിൻ്റെ അനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഞാൻ ഒന്നും നേടിയിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നോക്കിയേ, അവർ പോകുന്ന വഴി അവർ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്ന പേരിൽ ഒരു അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവർക്ക് മറിയ എന്ന പേരായ സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദാന്ത്യത്തിലിരുന്നു. ഇതിന് സമയം കണ്ടെത്തേണ്ടതാണ്. പാദാന്തികത്തിലിരുന്നു. വചന ശ്രവണത്തിന് സമയം കണ്ടെത്തിയേ പറ്റൂ. എങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ പോഷണം ഉണ്ടാവുള്ളൂ, ആത്മാവ് ജ്വലിക്കുകയുള്ളൂ, ആത്മാവ് കത്തി പ്രകാശം പുറത്തേക്ക് വരികയുള്ളൂ. മർത്തായാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രഗതിയായിരുന്നു. അവൾ തൻ്റെ അവൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ കർത്താവെ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നു, നീ ശ്രദ്ധിക്കുന്നില്ലേ, എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവോട് പറഞ്ഞു, മാർത്ത മാർത്ത. നോക്കി, ഹൃദ്യമായ വിളിയ, വാത്സല്യപൂർണ്ണമുള്ള വിളിയ. മാർത്ത മാർത്ത, നീ പലതിനെക്കുറിച്ച് ഉത്കണ്ഠാകുല അസ്വസ്ഥയായിരിക്കുന്നു. നീ അസ്വസ്ഥയായിരിക്കുന്നു. അപ്പം കണ്ട് ചില ഈ മേൽത്തച്ഛന്മാർ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴേ ഈ വചനമില്ലെങ്കിൽ അവർക്ക് എവിടെ സമാധാനം കിട്ടും? എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിട്ടെ. ഈ പറഞ്ഞ തൃശ്ശൂരെ ജോലി മെഡിക്കൽ കോളേജിൽ നടന്ന ഈ വലിയ സമരം കണ്ട് അദ്ദേഹം മേലത്തേടെ തെറി പറയും. അത് കേൾക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തെ പറഞ്ഞ എല്ലാം കേട്ട ചെയ്ത് കിടക്കാൻ പോകുന്ന ആലോചിച്ച് നോക്കി. ആ വിശ്രമം എന്തൊരു അസ്വസ്ഥത. ആ അസ്വസ്ഥത മാറുന്നത് എങ്ങനെയാ? ഈശോയുടെ പാതാന്തികത്തിൽ പോയി ഇരിക്കുമ്പോഴാണ്. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുത്തു കളയുകയില്ല. അതാണ് കർത്താവ് പറഞ്ഞത്. നല്ല ഭാഗമാണ് വചനസ്ഥിത ജീവിതം എന്ന് പറയുന്നത്, എടുത്തു ചെയ്യുന്നത്. അതുകൊണ്ട് ലൂക്കാസ് മാത്രമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. വാക്കം പറയാൻ കാരണം എന്താണെന്നറിയാം? പ്രത്യേകിച്ച് ഈ സ്ത്രീകളുടെ ഔന്നത്യം എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയ സ്ത്രീ പുരുഷ സമാനത എടുത്ത് കാണിക്കുക, ഒരുപോലെ എടുത്ത് കാണിക്കുക. അതുകൊണ്ട് സ്ത്രീകൾ ഒരു സാക്ഷ്യം വഹിക്കാനായിട്ട് അതൊരു വലിയ ഭയങ്കരമായ കാര്യമല്ലേ. അതായത് ആദ്യ ശിഷ്യന്മാരുടെ ആ ഗണത്തിൽ തന്നെ സ്ത്രീകളെ ശുശ്രൂഷയ്ക്ക് വില നൽകിയിരുന്നു സഭയിൽ. അല്ല, മാറ്റി നിർത്തപ്പെടുകയല്ല. യഹൂദ കൾച്ചറിലാണ് ഓർമ്മ, യഹൂദ കൾച്ചറിലാണ് ഇത് പറയുന്നത്. സ്ത്രീകളെ രണ്ടാം തരക്കാലത്ത് കണ്ടിരുന്ന സമൂഹത്തിന് നടുവിലാണ് സഭയിൽ സ്ത്രീകൾക്കുള്ള ഉന്നതമായ സ്ഥാനം എടുത്തു കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വചനം കേൾക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് എന്നാ പറയുന്നത്, ഈ സംഭവം ലൂക്കാ സുവിശേഷത്തിൽ മാത്രമുള്ളത് ഈ ഒരു പ്രാധാന്യം എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. യോഹന്നാനിൽ ഇപ്പോൾ ജോൺ 11 പറയുന്നില്ലേ, അവിടെയാണല്ലോ അവർ മാതാ താമസിച്ചിരുന്നത് എവിടെയാണെന്നും അവരുടെ സഹോദരൻ ലാസറാണെന്നൊക്കെ പറയുന്നത് യോഹന്നാൻ 11 11-8 വാക്യങ്ങളിൽ.
അപ്പോൾ അന്നത്തെ കൾച്ചർ അനുസരിച്ച്, യഹൂദ കൾച്ചർ അനുസരിച്ച് പ്രേക്ഷിതർ അല്ലെങ്കിൽ യാത്ര ചെയ്ത് വരുന്നവരെ സ്വീകരിക്കുക, അത്യസൽക്കാരം നൽകുക എന്നുള്ള വലിയ വിലപ്പെടുപ്പുള്ള കാര്യമായിട്ട് അവർ കരുതിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സൽക്കാരങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് വചനം കേട്ട് സൽക്കാരം ഇങ്ങനെ നടത്തണം എന്നുള്ള വ്യഗ്രഹത്തിൽ ഓടി നടന്നപ്പോഴാണ് കർത്താവ് പറയുന്നത് വചനം കേൾക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുകൊണ്ടാണ് ശിഷ്യന്മാരെന്താ നടപടി പുസ്തകത്തിൽ 22-3 പറയും ശിഷ്യത്വ സ്വീകരണത്തിന് എന്താ ഈ വചന ശുശ്രൂഷ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നുണ്ടല്ലോ. അത് ഒന്ന് മാത്രം ഏറ്റവും പ്രധാനം, ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ എന്നതിന് ഏറ്റവും അതുല്യമായ കാര്യം എന്നാണ് അതിൻ്റെ അർത്ഥം. യേശുവിനെ സ്വീകരിച്ച് സൽക്കരിക്കുക എന്നത് ആവശ്യമാണ്. എന്നാൽ അവനെ സ്വീകരിച്ച് സൽക്കരിക്കുന്നതിനേക്കാൾ ശിഷ്യർക്ക് ആവശ്യമായ ഒരു കാര്യം വചനം കേട്ടുകൊണ്ട് അവൻ്റെ പാതാന്തികത്തിൽ ഇരിക്കുക എന്നുള്ളത്. അതാണ് ശിഷ്യന്മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഇവിടെ പറയാം. പാതാന്തികത്തിൽ ഇരിക്കുക എന്നുള്ളത് നമ്മളിവിടെ സമർപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കൈത്താക്കാലത്ത് ഈ വചനാനുഭവത്തിന് നടുവിൽ വിശുദ്ധ കുർബാനയിൽ നമുക്ക് നൽകപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് വിശ്വസ്തത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതോട് ചേർന്ന് വന്ന വ്യതിരിക്തത, വ്യത്യസ്തമായ ഉത്തരവാദിത്വം നിർവഹിക്കുക. അതോട് ചേർന്ന് പോലെയാണ് നമ്മൾ ഏറ്റവും പ്രിയം നൽകപ്പെടുന്ന ദാനങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കുക. അതോട് ചേർന്ന് വേണം വചനം, ആ ശ്രവണം, ഈശോയുടെ പാതാന്തിയിരിക്കുക എന്ന പ്രധാനപ്പെട്ട സംഗതിയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈശോയും കൃപയും പിതാദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ സഹവാസവും എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.